ബാക്ക് ടു ഐഫോ എഡ്യൂക്കേഷൻ. സോ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ അത് ഒരു പിക്ചറിലൂടെ ആണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ആണ് അറിയേണ്ടത്. എന്താണ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്ന് അറിയണം, എന്താണ് സ്പീഡിന്റെ ഇക്വേഷൻ എന്ന് അറിയണം, ദെൻ എന്താണ് ടൈമിന്റെ ഇക്വേഷൻ എന്ന് അറിയണം. ഓക്കെ, ഈ മൂന്ന് ഇക്വേഷൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു പിക്ചറിലൂടെയാണ്. അതായത് നമുക്ക് ഈ ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ് എന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഈ ട്രയാങ്കിളിൽ ആദ്യം എന്ത് ചെയ്യണം, ഈ ട്രയാങ്കിളിൽ മുകളിൽ ഡി കൊടുക്കുക. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ആണ്. ഇവിടെ എസ് കൊടുക്കുക. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീഡാണ്. ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്. ഓക്കെ, ദെൻ നമ്മളോട് ഡിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ സ്പീഡും ടൈമും എന്താണ്, നേരെയാണ് വരുന്നത് അല്ലേ. അപ്പൊ സ്പീഡ് ഇൻറ്റു ടൈം ആണ് എന്ത്, നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടൈമാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും, ഡിസ്റ്റൻസ് മുകളിലുമാണ്, സ്പീഡ് താഴെയാണ്. അപ്പൊ ടൈം കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ് ടൈം കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ദെൻ സ്പീഡാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞെങ്കിലോ, സ്പീഡാണെങ്കിൽ എന്തായിരിക്കും, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കും സ്പീഡ്. അപ്പൊ ഈ ഒരു മൂന്ന് ഇക്വേഷൻസ് ആണ് ടൈം, സ്പീഡ്, ഡിസ്റ്റൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഇക്വേഷൻ എങ്ങനെയായാലും നിങ്ങൾക്ക് മാറിപ്പോവും, പെട്ടെന്ന് മാറിപ്പോവാൻ ചാൻസ് ഉള്ള ഇക്വേഷൻ ആണ്. സോ എന്ത് ചെയ്യുക, ഈ ഒരു ട്രയാങ്കിൾ വെച്ച് പഠിക്കണം കേട്ടോ. ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ് ഈ ഒരു ട്രയാങ്കിൾ വെച്ച് പഠിക്കാം. ഓക്കെ, ദെൻ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. A car traveled 100 km with an average speed of 50 km per hour. Find the time taken by the car. Okay, അതായത് ഒരു കാർ എത്ര 100 കിലോമീറ്റർ എന്താണ് പോവാണ്. 100 കിലോമീറ്റർ ആണ് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. 100 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. വിത്ത് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 50 കിലോമീറ്റർ പെർ ഹവർ. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ പെർ ഹവർ ആണ്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്, സ്പീഡും തന്നിട്ടുണ്ട്. ദെൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ടൈം കാണാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ് എന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നോട്ടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ്, നമ്മൾ ട്രയാങ്കിൾ വരച്ചു നോക്കുക അല്ലെ. ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ വരച്ചാൽ മുകളിൽ ഡി ആണ്, താഴെ എസ് ടി എന്ന് എഴുതാം. ദെൻ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ടൈം ആണ്. ടൈം കാണാൻ പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ, ടൈം ഇസ് ഈക്വൽ ടു മുകളിലാണ് ഡിസ്റ്റൻസ് ഉള്ളത്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആയിരിക്കും ടൈം കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ നോക്കിക്കേ, ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ ആണ്. ദെൻ സ്പീഡ് എത്രയാണ്, സ്പീഡ് എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ ആണ്, 50 കിലോമീറ്റർ പെർ ഹവർ. സോ 100/50 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2. അപ്പൊ 2 ഹവർ ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, 2 ഹവർ. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ടൈം, സ്പീഡ്, ഡിസ്റ്റൻസിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ട. ടൈം, സ്പീഡ്, ഡിസ്റ്റൻസിൽ ഏതൊരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ നമ്മൾ ആദ്യം തന്നെ ട്രയാങ്കിൾ വരച്ച് നോക്കുക. ട്രയാങ്കിൾ വരച്ചാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ആ ഇക്വേഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മാറിപ്പോകും. അതുകൊണ്ട് ആരും എന്ത് ചെയ്യേണ്ട, കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ജസ്റ്റ് ഒന്ന് ട്രയാങ്കിൾ വരച്ച് നോക്കിയാൽ മതി, സിമ്പിൾ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A car traveled 150 km in first 3 hours, 150 km in next 2 hours and 110 km in last 2 hours. What is the average speed of the train എന്നാ പറഞ്ഞത്, average speed of the car. അപ്പൊ എന്താണ്, ഒരു കാർ എന്ത് ആദ്യത്തെ 150 കിലോമീറ്റർ 3 hours കൊണ്ട് പോയി. 150 കിലോമീറ്റർ എന്താണ് 3 hours എടുത്തു അത് കംപ്ലീറ്റ് ചെയ്യാൻ, ട്രാവൽ ചെയ്യാൻ. ദെൻ 150 കിലോമീറ്റർ, അടുത്ത 150 കിലോമീറ്റർ എത്ര മണിക്കൂറിലാണ് ചെയ്തത്, അടുത്ത 150 കിലോമീറ്റർ 2 ഹവേഴ്സിലാണ് അവർ ട്രാവൽ ചെയ്തത്. അടുത്ത 150 കിലോമീറ്റർ 2 ഹവേഴ്സിലാണ് ട്രാവൽ ചെയ്തത്. ദെൻ എന്താണ്, അടുത്ത 110 കിലോമീറ്റർ എത്ര ഹവേഴ്സിലായിരിക്കും, 110 കിലോമീറ്റർ ലാസ്റ്റ് 2 ഹവേഴ്സിലും. ഓക്കെ, അപ്പൊ എത്രയോ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, എത്രയോ സ്പീഡും കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു സ്പീഡിലാണ് പോയതെന്ന് പറഞ്ഞു, ദെൻ വേറെ സ്പീഡിലാണ് പോയതെന്ന് പറഞ്ഞു. ദെൻ ഓരോ സ്പീഡും എന്താണ്, ഡിഫറെൻ്റ് ആണ്. അതേപോലെ ഓരോ ടൈമും എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഓരോ ടൈമിലും പല സ്പീഡിലാണ് എന്ത് പോയിട്ടുള്ളത്, കാറ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ ചോദിച്ചത് എന്താണ്,
ആവറേജ് സ്പീഡ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ടൈമിൽ ആവറേജ് സ്പീഡ് എങ്ങനെയാണ് കാണാമെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, ട്രയാങ്കിൾ വരച്ചു നോക്കാം. ട്രയാങ്കിളിൽ എന്താണ്, മുകളിൽ ഡിസ്റ്റൻസ് ആണ്, ഇവിടെ സ്പീഡ്, ദെൻ ടൈം, DST എന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ, DST എന്ന്. ദെൻ എന്താ നമ്മളോട് ചോദിച്ചത്, സ്പീഡ് കാണാനാണല്ലേ, ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, D/T. ദെൻ ഇവിടെ എന്ന് വെച്ചാൽ ആവറേജ് സ്പീഡ് കാണാന്ന് വെച്ചാൽ ഒരുപാട് ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരുപാട് ടൈമും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആയിരിക്കും ഇവിടെ ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, ആദ്യത്തെ 150 കിലോമീറ്റർ സഞ്ചരിച്ചു. ദെൻ എത്ര കിലോമീറ്റർ ആണ്, 150 ട്രാവൽ ചെയ്തു. ദെൻ എത്രയാണ്, 110 അല്ലേ. ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എത്രയായിരിക്കും, ആദ്യത്തെ 150 കിലോമീറ്റർ കവർ ചെയ്യാൻ 3 hour എടുത്തു, രണ്ടാമത്തെ 150 കിലോമീറ്റർ 2 hour എടുത്തു, ദെൻ നെക്സ്റ്റ് 110 കിലോമീറ്റർ 2 hour എടുത്തു. അപ്പോൾ 150 + 150 + 110 ഡിവൈഡഡ് ബൈ 3 + 2 + 2 അല്ലേ. അപ്പോൾ എന്താണ്, 300, ദെൻ 410 ഡിവൈഡഡ് ബൈ 7. 410 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 58.5 കിട്ടും. ഓക്കെ, 58.5. സോ എന്തായിരിക്കും, 58.5 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടൈം സ്പീഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ചെയ്യുക. അതായത് ടൈം സ്പീഡ് ഡിസ്റ്റൻസിൽ ഏതൊരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ആദ്യം തന്നെ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിളിന് മുകളിൽ ഭാഗം D ആയിരിക്കും, താഴെ പിന്നെ ST എന്ന് എഴുതാം. ദെൻ ഡിസ്റ്റൻസ് കാണാനുള്ളതും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ആയിക്കോട്ടെ പെട്ടെന്ന് പറയാൻ പറ്റും, ടൈം കാണാനുള്ള ഇക്വേഷൻ ആയിക്കോട്ടെ പെട്ടെന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ആ ട്രയാങ്കിൾ വരയ്ക്കുക, ദെൻ ഇക്വേഷൻ നോക്കുക, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ആവറേജ് സ്പീഡ് കാണാൻ പറയുന്ന കേസിൽ കുറേ ടൈമും കുറേ സ്പീഡും തന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ് നമ്മുടെ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ. ദെൻ ഡിസ്റ്റൻസ് തന്നിട്ടുള്ള ഡിസ്റ്റൻസ് എല്ലാം കൂടി ആഡ് ചെയ്യുക, ദെൻ അതിനെ ആഡ് ചെയ്ത ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആവറേജ് സ്പീഡ് കാണാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൈം സ്പീഡ് ഡിസ്റ്റൻസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നല്ലോണം പഠിക്കുക, നല്ലോണം എക്സാം എഴുതട്ടോ. ഓക്കെ, ബൈ ബൈ.